Good evening, Mrs. Pratha Narendran. ചില ജന്മങ്ങളുണ്ട്, അതിനോട് ചേരുന്നതിനെ കൂടി കരിച്ചു കളയും. ഗീതയിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ഹിന്ദുവല്ല. ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ഇസ്ലാമല്ല. ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ക്രിസ്ത്യാനിയല്ല. ഒരു മനുഷ്യനെന്ന നിലയിൽ എന്റെ മനസാക്ഷിയെ തൊട്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം. എന്തുകൊണ്ട് നമ്മുടെ ലാലേട്ടന്, മോഹൻലാലിന് ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി? അതറിയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം കടന്നു വന്ന മലയാളത്തിൻ്റെ സിനിമാ നാൾ വഴികളിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. കൊച്ചു കൊച്ചു ക്ലിപ്പുകളിലൂടെ. ആ ക്ലിപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞ് മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായി കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും നമുക്ക് ഇടയാകട്ടെ. മലയാളികളുടെ അഭിമാനകരമായ ഒരഹങ്കാരമാണ് കേട്ടോ നമ്മുടെ മോഹൻലാൽ വിശ്വനാഥൻ എന്ന മഹാനടൻ. ഒരു നടന വിസ്മയം. മലയാള സിനിമാ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മഹാഭാഗ്യവാൻ, സുഹൃതം ചെയ്തവൻ എന്നൊക്കെ പറയേണ്ടി വരും. മലയാള സിനിമയിലെ ചരിത്രത്തിൽ ഒരുപാട് മഹാനായ നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യൻ, കൊട്ടാരക്കര, തിലകൻ, നെടുമുടി വേണു, മമ്മൂക്ക, അങ്ങനെ നിരവധി നടന്മാർ നമുക്കുണ്ടെങ്കിലും മഹാഭാഗ്യവാനായ നടനാരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മോഹൻലാലാണ്, ലാലേട്ടനാണ്. 2023 ദാദാ ഫാൽക്കെ അവാർഡ് നേടി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് സ്പേസ് മലയാളം എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒരു 100,000 പൂച്ചെണ്ടുകൾ അദ്ദേഹത്തിന് നൽകട്ടെ. എന്തുകൊണ്ടാണ് മോഹൻലാലിന് ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയത്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? ചിന്തകളും ചിരികളുമായി സ്പേസ് മലയാളം നിങ്ങളോടൊപ്പം. എന്തുകൊണ്ട് മോഹൻലാലിന് ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി? അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി, ആ ഒരു ജൂറി എന്തുകൊണ്ട് മോഹൻലാലിനെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ചോദ്യം നമ്മളെല്ലാവർക്കും ഒരു സംശയമേ നൽകുന്നില്ല. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ സിനിമ അവാർഡ് അല്ലെങ്കിൽ സിനിമയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡാണ്. ഇന്ത്യയിലെ ഫാദർ ഓഫ് ഇന്ത്യൻ ഫിലിംസ് എന്നറിയപ്പെടുന്നത് ദാദേ സാഹേബാണ്. 1913 ഇന്ത്യൻ സിനിമയ്ക്ക് രാജാ ഹരിശ്ചന്ദ്ര എന്ന ഒരു സിനിമ സംഭാവന ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സിനിമയുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ തുടക്കം എന്ന് പറയാം. അത് നിർമ്മിച്ചത് ദാദേ സാഹേബ് ഫാൽക്കെ ആയിരുന്നു. തൻ്റെ ജീവിതകാലത്ത് സിനിമയ്ക്ക് നൽകുന്ന സംഭാവനകളുടെ പേരിലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 54 അവാർഡുകൾ ഇതിനകം ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡിൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞു. ആദ്യമായി അവാർഡ് കിട്ടുന്നത് ദേവിക റാണി എന്ന നടിക്കാണ്. നമ്മുടെ മലയാളത്തിലേക്ക് ഇതിനു മുമ്പ് വന്നത് ഒരു സംവിധായകനായിരുന്നു. അത് നമ്മുടെ പ്രിയങ്കരനായിരുന്ന അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇപ്പോൾ വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ നടൻ മോഹൻലാൽ നമ്മുടെ മലയാള സിനിമയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നയിച്ചുകൊണ്ട് ആ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഒരു സ്വർണ്ണത്താമരയും 10 ലക്ഷം രൂപയും ഒരു ഷാളും അദ്ദേഹത്തെ അണിയിക്കും. ഉടനെ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് ആ അവാർഡ് നൽകപ്പെടും. മമ്മൂട്ടി തുടങ്ങിയ നിരവധി നടന്മാരും ഇപ്പോൾ നിലവിലുള്ള നടന്മാരെല്ലാം അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് നന്ദി പറയുന്നത് വളരെ നമ്രശിഷ്കനായിട്ടാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരും മൺമറഞ്ഞു പോയവരോടും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടും കുടുംബത്തിനോടും എല്ലാം അതിനുള്ള നന്ദി പറയുന്നുണ്ട്. സർവോപരി ദൈവത്തിനോടും മോഹൻലാൽ നന്ദി പറയുന്നുണ്ട്. വളരെ വിനയാന്വിതനായിട്ടാണ് മോഹൻലാൽ എന്നോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ 360-ൽ പരം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അഭിനയിച്ച നടന്മാരുണ്ട്. പ്രേമന, ഷീല തുടങ്ങിയവരൊക്കെ അതിലേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്തൊന്നും മലയാള സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള ഈ വലിയൊരു കോമ്പറ്റീഷനൊന്നും നിലനിന്നിരുന്നില്ലാത്ത കാലമാണ്. പിന്നീട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാലഘട്ടത്തിലാണ് ആ ഒരു തലമുറയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിരിക്കുന്നത്. അവർക്ക് പക്ഷേ ഇവരെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മോഹൻലാലിൻ്റെ ഈ അവസാനം ഇറങ്ങിയ ഹൃദയപൂർവ്വം
ഉടനെ കമുകുന്ന വൃഷഭം എന്ന സിനിമയാണ്. അതോടുകൂടി ഏതാണ്ട് 365 പരം സിനിമകൾ വിവിധ ഭാഷകളിലായി, അതിൽ മജോറിറ്റി മലയാളത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ്, കാരണം ഏതാണ്ട് 5ഓളം ദേശീയ അവാർഡുകൾ, 7 കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡുകളും നിരവധി സിനിമാ സംഘടനകളുടെ അവാർഡുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് 2001 കേന്ദ്ര സർക്കാർ പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. 2019 അദ്ദേഹത്തെ പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം കടന്നു വന്ന നാൾവഴികൾ നമുക്കൊന്ന് ഒരു കൊച്ചു വീഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് തുടർന്ന് കാണാം. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് കിട്ടിയ സിനിമകളിലെ ചെറിയ കൊച്ചു ക്ലിപ്പുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അദ്ദേഹം അഭിനയിച്ച നിരവധി ഹിറ്റ് സിനിമകളുണ്ട് മലയാളത്തിൽ. അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് സിനിമകളിൽ, അദ്ദേഹത്തിൻ്റെ അവാർഡ് കിട്ടിയ സിനിമകളിൽ, അല്ലെങ്കിൽ ഹിറ്റ് വളരെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ സിനിമകളിൽ കുറച്ച് ക്ലിപ്പുകളുണ്ട്. നിങ്ങളത് ആസ്വദിച്ച് മോഹൻലാലിനെ നമുക്ക് ഈ ഘട്ടത്തിൽ ആശംസിക്കാം, എല്ലാ അഭിനന്ദനങ്ങളും ചൊരിയാം. ഇനിയും മലയാള സിനിമയിൽ തുടർന്നും അദ്ദേഹത്തിൻ്റെ നിരവധി കഥാപാത്രങ്ങളെ കിട്ടട്ടെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മോഹൻലാലിൻ്റെ അപ്രശസ്തമായ സിനിമകളുടെ കൊച്ചു ക്ലിപ്പുകളൊന്ന് കണ്ടു നോക്കാം. ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്? സമസ്ത സുഖദുഃഖങ്ങളും വന്ന് നിറയുന്ന ആ മനോഹര മുഹൂർത്തത്തിന് കാത്തിരിക്കുക. വെറും വേഷം മാത്രമാണ്. താൻ പറയുന്ന പോലെ കളിക്കാൻ വയ്യ. അതും എന്റെ തെറ്റാണ്. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്. സ്വീകരിച്ചില്ല. അന്നതാണ് നല്ലതെന്ന് തോന്നി. ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാ, നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. വട്ടാണല്ലേ? എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. എനിക്ക് ഈയിടെയായി ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ. പുസ്തകങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല. ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു കോന്തന്റെ മുഖം കാണാം. ഞാനൊരു മനോരോഗിയാണോ ഡോക്ടർ? അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ ഇരിപ്പട്ടോ.
നിന്റെ അപ്പൻ അയാളോട് ചോദിച്ചോക്കടി. എഴുന്നേക്ക്. നിന്ന് കൊഴയാതെ വീട്ടിൽ പോയിരുന്ന പോലെ പഠിക്കും വേണ്ടേ? പോ. നിന്റെ പിരി ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കിയൂര് നിനക്ക് ക്ഷവരം ചെയ്യും. ഉറപ്പിക്കാവോ? എന്നാ തോമൻ മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമൻ പിള്ളയ്ക്ക് ചെരക്കാൻ. റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തറ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റി. എത്ര പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ മേലെ കൂടെ ഒരു വഴി വെട്ടാൻ? നീ എന്താന്നും പറയാത്തെ? കേട്ടാലല്ലേ നീ പറഞ്ഞിട്ട് പോയെ? ക്രമം ഞാൻ ഇന്നലെ വിട്ടു. ഞാനും വിട്ടു. ജോത്സ്യരെ, എന്റെ കയ്യിലുള്ള ചീട്ട് ഏതാണെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരെ ഇരി. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ട്. അല്ല, നമ്മളൊരു സ്ഥലത്ത് പോകണമെന്നുള്ള കറക്റ്റായിട്ട് പോയില്ലയോ? അഴിക്കാൻ പാടില്ല, നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ. എവിടെ കിടന്ന് ഓടുന്ന? അല്ല പിന്നെ മതി 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 മോളെ, മതി. നിർബന്ധം പിടിക്കக்கூடாது. இந்த அம்மா എഴുന്നേറ്റ് അപ്പുറം താൻ കിടപ്പണം. മതി 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 എനിക്കപ്പാ. ചില ജന്മങ്ങളുണ്ട്, അതിനോട് ചേരുന്നതിനെ കൂടി കരിച്ചു കളയും. എന്റെതങ്ങനായിപ്പോയി. ഏത് ശാപത്തിന്റെ പേരിലാണ് കാർത്തികയ്ക്ക് ഈ ബന്ധം സമ്മതം തോന്നിയത്? ഗോപി, നമുക്ക് സ്വന്തമായ റോഡ് റോളർ വലിയ വലിയ കോൺട്രാക്ടർമാരുടെ നിരയിലേക്ക് ഈ CP നായരും ഉയർന്നു കഴിഞ്ഞു. സ്വന്തമായ റോഡ് റോളർ. ആ റോളർ ഉപയോഗിച്ച് ഈ താഴേക്കുന്ന് മുനിസിപ്പാലിറ്റി ഞാനൊരു പൂന്തോട്ടമാക്കും. എന്റെ റോഡുകൾക്ക് സ്റ്റീലിന്റെ മുനിസിപ്പാലിറ്റി കെട്ടിടം വരെ ഞാൻ ജപ്തി. ആദ്യം വെള്ളം വയ്ക്കണ്ട, ഇത് സർക്കാർ ഓഫീസാണ്. ഞാൻ എന്റെ വികാരം പ്രകടിപ്പിച്ചു. വികാരം വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി. വേറെ സ്ഥലം വിട്. എന്താണോ അത് ചാരിക്കുന്നത്? പറയേ. എന്താടോ? എന്റെ വണ്ടിയുടെ കാര്യം ബെന്നി സാറിനോട് സാറൊന്ന് പോയി പറയാം. താനാ ഇൻസ്പെക്ടർ പോയി കണ്ടാ മതി. ഹലോ ഹലോ ഹലോ, റാന്നി പെരുന്നാട് CA-നെയാണ് നീ ഗവനിക്കാത്തത്. ബെന്നി സാറ്. ബെന്നിയാ? ആ സാർ. ബെന്നി പന്നി. എടാ ബെന്നി, എടാ ബെന്നി. ഗീതയിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ഹിന്ദുവല്ല. ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ഇസ്ലാമല്ല. ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ക്രിസ്ത്യാനിയല്ല. ഒരു മനുഷ്യനെന്ന നിലയിൽ എന്റെ മനസാക്ഷിയെ തൊട്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം.